ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടന്ന ബോംബ് സ്ഫോടന പരമ്പര സൂത്രധാരൻ അബൂബക്കർ സിദ്ദിഖ് പിടിയിൽ. മലയാളിയായ അബൂബക്കർ സിദ്ദിഖിനെ ആന്ധ്രാപ്രദേശിലെ ഒളിസങ്കേതത്തിൽ നിന്നാണ് തമിഴ്നാട് പോലീസ് ഭീകരവിരുദ്ധ സേന പിടികൂടിയത്. ഇയാൾ 30 വർഷമായി ഒളിവിലായിരുന്നു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടന്ന ബോംബ് സ്ഫോടന പരമ്പരയിലെ സൂത്രധാരൻ മലയാളി അബൂബക്കർ സിദ്ദിഖ് പിടിയിലായിരിക്കുന്നു. ഇയാൾ ആന്ധ്രാപ്രദേശിലെ ഒളിസങ്കേതത്തിലായിരുന്നു. അവിടെ നിന്നാണ് തമിഴ്നാട് പോലീസ് ഭീകരവിരുദ്ധ സേന പിടികൂടുന്നത്. ഇയാൾ 30 വർഷമായി ഒളിവിലായിരുന്നു. കൂടുതൽ വിവരങ്ങൾ ശ്രീകാന്ത്. അറസ്റ്റിലായത് കൊടും ഭീകരനാണ്. വേരുകൾ അന്വേഷിച്ച് ചെന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അയാൾ മലയാളിയാണ്, കാസർഗോഡുകാരനാണ് എന്നുള്ളതാണ്. എന്തായാലും അയാളെ പിടികൂടിയത് എന്തായാലും കേരള പോലീസ് അല്ല, അത് തമിഴ്നാട് പോലീസാണ് ഈ കൊടും ഭീകരനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബോംബ് സ്ഫോടന പരമ്പര ആസൂത്രണം ചെയ്തയാളാണ് ഈ കൊടും ഭീകരൻ കൂടിയായ അബൂബക്കർ സിദ്ദിഖ്. കാസർഗോഡ് സ്വദേശിയായ സിദ്ദിഖിനെ ആന്ധ്രാപ്രദേശിലെ ഒളിസങ്കേതത്തിൽ നിന്നും തമിഴ്നാട് പോലീസിൻ്റെ ഭീകരവിരുദ്ധ സേനയാണ് പിടികൂടിയത്. കഴിഞ്ഞ 30 വർഷമായി ഈ കൊടും ഭീകരൻ ഒളിവിൽ കഴിയുകയായിരുന്നു. നിരവധി ബോംബ് സ്ഫോടന കേസുകളുടെ സൂത്രധാരനാണ് ഈ അബൂബക്കർ സിദ്ദിഖ്. നിരോധിത സംഘടനയായ അല്ലുമ്മ അടക്കമുള്ള സംഘടനകളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തിയ കേസിലെ പ്രതി കൂടിയാണ് ഇയാൾ. ഈ അല്ലുമ്മ തമിഴ്നാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതാണ്. നേരത്തെ തിരുനെൽവേലി പൈപ്പ് ബോംബ് കേസുണ്ട്, ആ കേസിലെ പ്രതി കൂടിയാണ് ഇയാൾ. അതുമായി ബന്ധപ്പെട്ട സംഘടനയാണ് ഈ അല്ലുമ്മ എന്ന് പറയുന്നത്. അങ്ങനെ കാസർഗോഡുകാരൻ മലയാളി അബൂബക്കർ സിദ്ദിഖ് ദക്ഷിണേന്ത്യയിലെ വലിയ ബോംബ് സ്ഫോടനങ്ങൾക്ക് ആസൂത്രണം ചെയ്തയാൾ പിടിയിലായിരിക്കുന്നു. ആന്ധ്രയിൽ നിന്നും പിടിച്ചത് തമിഴ്നാട് പോലീസ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടന്ന ബോംബ് സ്ഫോടന പരമ്പരയിൽ സൂത്രധാരനായിട്ടുള്ള മലയാളി അബൂബക്കർ സിദ്ദിഖ് പിടിയിലായിരിക്കുന്നു. സിദ്ദിഖിനെ ആന്ധ്രാപ്രദേശിലെ ഒളിസങ്കേതത്തിൽ നിന്ന് തമിഴ്നാട് പോലീസിന്റെ ഭീകരവിരുദ്ധ സേനയാണ് പിടികൂടിയത്.